ഹലോ ഗൈസ്, സുഖല്ലേ? അപ്പോൾ ഇന്നിവിടെ ഒരു ശനിയാഴ്ചയാണ്. ഞങ്ങൾ വീക്ക്ലി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ കാറിൽ നിന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇന്ന് പുറത്ത് പോയി കോഫിയും സ്നാക്സൊക്കെ കഴിച്ചാലോ ഒന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, ചാട്ബൺ ലേക്ക് എന്നാണ് പേര്. അപ്പം അവിടെ പോയി ഒന്ന് ചെറിയൊരു ക്യാമ്പ് സെറ്റ് പോലെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കോഫിയും സ്നാക്സൊക്കെ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. അല്ലേ? വാ, കോഫി ഞാൻ തരാം, പക്ഷെ പാലില്ലാത്ത ബ്ലാക്ക് കോഫിയാ. കാര്യം ഇവിടെ പാലില്ല, ഞങ്ങൾ പാല് കുടിക്കാറില്ല. ഞങ്ങൾ മറ്റേ എന്താ പറയണേ, ബദാം മിൽക്ക്, സോയാ മിൽക്ക് അതൊക്കെയാണ്. അപ്പം കോഫിക്ക് അത് പോരാന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടൻ കാപ്പിക്കുള്ള സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഇട്ടപ്പം വീട്ടിൽ നോക്കിയപ്പോഴാണ് പാലില്ല. ഞങ്ങളങ്ങനെ പാൽ കാപ്പി അങ്ങനെ കുടിക്കാറില്ല. അതുകൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റി ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കിട്ടി, അവിടെ വെച്ച് ഇൻട്രോ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോയിട്ട് കാണാം. ഇന്നിവിടെ ശനിയാഴ്ച ആയതുകൊണ്ട് മിക്കവാറുള്ള ക്യാമ്പിംഗ് സൈറ്റ് എല്ലാം ആൾക്കാർ ഇതുപോലെ വന്ന് കിടപ്പുണ്ട്. അപ്പം കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം നമ്മൾ ഒരു സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ലേക്കിനോട് ചേർന്നിട്ടുള്ളതാണ്. ലേക്ക് വ്യൂ നല്ലപോലെ കിട്ടും ഇവിടെ. അപ്പം ക്യാമ്പിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്യാമ്പിംഗ് അല്ല, ജസ്റ്റ് ക്യാമ്പിംഗ് ചെയറും കുക്ക് ചെയ്യാനുള്ള ബ്യൂട്ടൈൻ സ്റ്റൗവും കോഫി ഉണ്ടാക്കുന്ന കോഫി പൗഡറും പിന്നെ എന്തായാലും ഇങ്ങനൊരു സെറ്റപ്പ് കിട്ടിയത് എന്തായാലും കാര്യമായി. ടേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് കാരണം തറയിലിടുന്നൊരു തുണിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ടേബിൾ ഉള്ള എന്തായാലും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി. എയർ നോർത്തിൻ്റെ ബോട്ടിങ്ങിനുള്ള എന്തോ സെറ്റപ്പുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ബോട്ട് ഇറക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ബോട്ടിങ്ങിന് അടുപ്പിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിങ്ങിന് വരുന്നവർക്ക് ഇതുപോലെ ഈ സൈറ്റ് യൂസ് ചെയ്യാം. തന്നെ അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്തൊക്കെയോ നോക്കിയിട്ട്. എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താണ് സ്ഥലത്തിൽ ഇഷ്ടപ്പെട്ടത്? ഇവിടെ കുറേ പൂക്കളുണ്ട്. എനിക്ക് എന്താ അറിയത്തില്ല, ഞാൻ പണ്ടോട്ടെ കുറേ ചെടിയും പൂവൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നാട്ടിലായിരുന്നപ്പോഴും കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്ന മെയിൻ സാധനം ഈ പറഞ്ഞ പ്ലാന്റുകളാണ്. കാര്യം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ എല്ലാ പ്ലാന്റുകളും സർവൈവ് ചെയ്യത്തില്ല. അഥവാ ഉണ്ടെങ്കിലും ഈ ഒരു 3-4 മാസം മാത്രമേ എനിക്ക് ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ വാങ്ങി ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ നോക്കാറില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ നല്ല രസമുണ്ട്, പൂക്കൾ കുറേ ഉണ്ട്. അത് ഞാനെൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. എന്നെ ഇവിടെ വന്നിട്ട് 3 മാസം ആയതുള്ളതുകൊണ്ട് നാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇല്ല, എനിക്കങ്ങനെ നാട് മിസ് ചെയ്യുന്നില്ല, എൻ്റെ ചെടി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. നാട്ടിലെ കാര്യം ഞാൻ എവിടെ പോയാലും ഇങ്ങനെ കുറേ പ്ലാന്റുകൾ വാങ്ങിക്കൂട്ടുമായിരുന്നു. കുറേ ഓർക്കിഡും കുറേ റോസയൊക്കെ വാങ്ങുമായിരുന്നു. ഇപ്പം അതെല്ലാം നാട്ടിൽ അമ്മമാരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പം അതുങ്ങളെയൊക്കെ എനിക്ക് എന്താ പറയുന്നത്, അതൊന്നും എനിക്ക് നേരിട്ട് പൂ പിടിക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല, അതിനൊന്നും ജസ്റ്റ് തൊട്ട് വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ ചായ നമ്മുടെ ചാക്കിലകപ്പെട്ട മെയിൻ പൂച്ചയുടെ വകയാന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ബാക്കി തുടരാം. അപ്പൊ നമ്മളിവിടെ നൈസായിട്ട് ബ്യൂട്ടൈൻ സ്റ്റൗ ഒക്കെ സെറ്റാക്കി ചായക്കുള്ള വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ വെച്ചു, എന്നെ ചതിച്ചു. അത് തന്നെ വീട്ടുകാരിയാണ് വെച്ചത്. വീട്ടുകാരിയെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുക. അങ്ങനൊന്നും പറ്റത്തില്ല. കിച്ചൺ അങ്ങനെ ഒരാൾക്ക് മാത്രമുള്ളതല്ല. വീട്ടിലെ രാജ്ഞി ആരാ? വീട്ടിലെ രാജ്ഞി ആരാ? ഗൈസ്, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും പുള്ളിക്ക് മെയിൻ റോൾ ഉണ്ട് കേട്ടോ. കിച്ചണിൽ മെയിൻ റോൾ ഇല്ല, കിച്ചൺ അപ്പം ഏൽപ്പിച്ചേക്കുക. അത് അകത്താണെങ്കിലും വെളിയിലാണെങ്കിലും. ഇവിടെ കാറ്റൊക്കെ ഉണ്ട്, സൂര്യൻ ചെറുതായിട്ട് അസ്തമിച്ച് വരുന്നു. 10 മണി കഴിഞ്ഞു, എന്നാലും അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. ചെറുതായി തണുപ്പ് ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്. ഈ കാറ്റ് കാരണമാണെന്ന് തോന്നുന്നു തണുപ്പെടുക്കുന്നത്. അപ്പോൾ ഇല്ല, ഇത് അങ്ങനെ നമ്മുടെ കാപ്പിക്കുള്ള വെള്ളം തിളച്ചോണ്ടിരിക്കുന്നു, അല്ല തിള വന്ന് തുടങ്ങുന്നു. പതിയെ ഹീറ്റായി വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് സ്റ്റൗ അത്ര ഇതല്ലേ, എത്ര 7000 BTU ഇത്രയും പവറുള്ളെന്നാ വാങ്ങിച്ചപ്പോൾ. ഞങ്ങളുടെ ആദ്യ പരീക്ഷണമാണ് കേട്ടോ. ഞങ്ങളിതിന് മുന്നേ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഫസ്റ്റ് ടൈം ആണ്.
നമ്മുടെ ആദ്യത്തെ കോഫി ഉണ്ടാക്കിയതുമാണ് ഒരു പുറത്ത് പോയി ക്യാമ്പിൽ. അതെ, എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ ചെയ്ത് നോക്കുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്, ലേക്ക് വ്യൂവിലൊക്കെ ഇട്ട് ചെയറൊക്കെ സെറ്റ് ചെയ്ത്. അവിടെ സിറ്റിയുടെ അവിടെ നോ ക്യാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് കോഫി കുടിക്കുന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഫയർ ബാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഫയർ മിക്കവാറും സമ്മറിൽ, എല്ലാ സമ്മറിലും ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഞാനും ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴെല്ലാം അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫയർ ബാൻ ആണ്, നമുക്ക് ഫയർ കത്തിക്കാൻ പാടില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു മേ ബി യൂത്ത് ആയിരിക്കണം ഇതൊന്നിനും വകവയ്ക്കാതെ കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഈ ചാറ്റ്ബൺ ലേക്കിന്റെ അങ്ങേ അറ്റത്ത് പോയപ്പോഴത്തേന് അവിടെ ഫയർ ബാൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മൂട്ടിൽ കുറേ ആൾക്കാർ തടിയെല്ലാം കൂട്ടിയിട്ട് നല്ല തീ കത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ യൂക്കോണിലായതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഒൻറ്റേരിയയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ എപ്പോഴും വിളിച്ചു പറഞ്ഞ് നല്ല ഫൈനൊക്കെ കിട്ടും, $2000. അല്ല, എനിക്ക് തോന്നുന്നു അന്നധികം അവിടെ ആളുണ്ടായിരുന്നില്ല. മേ ബി ആ വന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് അതാണ്, മിക്കവാറുള്ളിടത്തൊക്കെ പോകുമ്പോൾ ഇത്ര തിരക്കുണ്ടാവത്തില്ല വലിയ സിറ്റികളുടെ കൂട്ട്. അതുകൊണ്ട് ആരും അങ്ങനെ വിളിച്ചു പറയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല. ഇപ്പോൾ കുറേ നേരമായിട്ടും വെള്ളമൊന്നും തിളയ്ക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത്ര പവർ ഇല്ലാത്ത സ്റ്റൗ ആണെന്നാണ് തോന്നുന്നത്. കുറേ നേരമായി. ഗ്യാസ് ഫുള്ളിലാണ് ഇരിക്കുന്നത്. ഗ്യാസ് മാക്സിമം ആക്കി വെച്ചിട്ടുണ്ട്. കമോൺ, വേഗം തിള വരൂ. ഇപ്പം തിളയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പാട്ട് യൂട്യൂബിൽ കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കേൾപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഉറപ്പായിട്ട് ജോൺസൺ മാഷിൻ്റെ പാട്ട് കേട്ടായിരിക്കും നമ്മൾ കോഫി കുടിക്കുന്നത്. ഇത് സെറ്റാവാൻ കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ചധികം സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെക്കുന്ന കണക്ക് അത്ര സ്പീഡിൽ ആ ഒരു ഇത് ബബിൾസ് ഒന്നും വരുന്നില്ല. ഭയങ്കര സ്ലോ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കട്ടെടുത്തിട്ട് തിളക്കാറാകുമ്പോഴത്തേന് വീണ്ടും തിള വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പതിയെ തിളച്ച് തുടങ്ങുന്നുണ്ട്. അശാന്തമായ എൻ്റെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ കട്ടൻ കാപ്പി തിളച്ചിരിക്കുന്നു. സമയം എത്രയെന്നറിയോ ഞാൻ നോക്കിയിരിക്കുന്നത്. കുറേ നേരത്തെ ഇവിടെ തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൂട് ഇങ്ങനെ പെട്ടെന്ന് വരാത്തത്. എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം തിളച്ചു തുടങ്ങിയല്ലോ. അങ്ങനെ സുലൈമാനി അടുപ്പത്ത്. സുലൈമാനി അല്ല, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി മിസ്റ്റേക്ക് ആവരുത് കേട്ടോ. ഞാൻ ചുമ്മാ കളറാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞല്ലോ. കണ്ടോ തിള വന്നു, തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി കട്ടൻ കാപ്പി കുടിക്കാം. ഓഫാക്കാൻ ടൈം ആയെന്നാ തോന്നുന്നേ. എടുത്താലോ? എടുത്തേക്ക്. എന്നിട്ട് നമുക്ക് നമ്മുടെ കപ്പ് തോണ്ട ഔട്ടിരിപ്പുണ്ട്. കപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി കപ്പിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്ന ചടങ്ങാണ്. പാല് കാച്ചൽ കഴിഞ്ഞു, താമസം കയറിയാൽ മതി. സെയിം ഐശ്വര്യമായിട്ട് എനിക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. കുടിച്ചു നോക്കാം നമുക്ക്. കൊള്ളാം. താങ്ക് യു. ഇനി ജോൺസൺ മാഷിന്റെ പാട്ടൂടെ കേട്ടാണ്. അത് നിങ്ങള് ഫോണിലിട്ടോ. കൊള്ളാം. എന്തായാലും ഇത്ര നേരം ഇവിടെ വന്ന് ഇത് ചെയ്തതിന് വർത്തായിട്ടുണ്ട്. മധുരം കൂടി പോയാ കുഴപ്പമില്ല. കട്ടൻ കാപ്പി മുറുക്കും, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ആണോ? കൊതിവിടല്ല. കട്ടൻ കാപ്പി മുറുക്കും സെറ്റായിട്ടുണ്ട്. നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്നാക്സ് മിസ് ചെയ്യുന്ന സമയത്ത് നേരെ സൂപ്പർ സ്റ്റോറിലേക്ക് പോവുക, ഈ മുറുക്ക് വാങ്ങുക. ഇതുപോലെ ചെയ്താൽ മതി, നൈസായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുടിച്ചാൽ മതി. സെറ്റ്. എന്താ രസം ഒരു മുറുക്കെടുത്ത്. കൊള്ളാം. നമ്മളിത് വീണ്ടും ചെയ്യുന്നതായിരിക്കും, നല്ല രസമുണ്ട്. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടൊക്കെ നല്ല. പക്ഷെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴും
കാപ്പി തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര മെനക്കേടാട്ടോ എനിക്ക്. അത് കുഴപ്പമില്ല, കാപ്പി പിടിക്കുന്ന കുഴപ്പമില്ല, എനിക്ക് കാപ്പി പിടിക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ കാപ്പി ഇടുന്ന കേട്ടോ ഒരുക്കൊണ്ട് കിളിയൊക്കെ ഉണ്ടാകും നിൽക്കൊണ്ട്. നമ്മൾ വീക്കെൻഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, കുറച്ച് മനസ്സിന് സമാധാനമൊക്കെ ഉണ്ട്. 5 ദിവസം ജോലി ചെയ്ത് എനർജി ഡൗൺ ആയി പോയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ റീചാർജ് ചെയ്യുകയാണ്. ഈ റീചാർജ് ഫുള്ളാക്കിയിട്ട് വേണം അടുത്ത ഒരാഴ്ച പോയിട്ട് വീണ്ടും ബംഗാളി പണി എടുക്കാൻ. അത് തന്നെ. ബംഗാളി പണി എന്നല്ല, ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഓരോ നാട്ടിലോട്ട് വരുമ്പം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും, അത് മാത്രം. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ചെറിയ തണുത്ത കാറ്റുണ്ട്, ലേക്ക് വ്യൂ ഉണ്ട്. സൂര്യൻ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പം അസ്തമിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. 10:30 hour-ആയി സൂര്യ അസ്തമിച്ച്. ഇനി ഒരു മണിക്കൂടെ ലൈറ്റ് ഉണ്ടാവില്ലേ? ആ ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ഇന്നലെയൊക്കെ ആണെങ്കിൽ 11:30 11:45 മീൻസ് നൈറ്റ് ആ ടൈം ആയപ്പോഴും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു പുറത്ത്. അറിയത്തില്ല, ചിലപ്പോൾ വെളിച്ചം കാണും, ചിലപ്പം കാണത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് 4 മാസമാണ് ഇതുപോലെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ 4 മാസം എല്ലാവരും വീക്കെൻഡിൽ ഇതുപോലെ പുറത്തായിരിക്കും, ആരും വീട്ടിലുണ്ടാകത്തില്ല. എല്ലാവരും ഔട്ട്ഡോർ ക്യാമ്പിങ്ങിന് പോകും. ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും പോകും. ആകെ അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു 4 മാസമാണ് വെളിയിലൊക്കെ പോയി ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ. പിന്നെ വിൻ്ററായി തുടങ്ങിയതൊന്നും നടക്കത്തില്ല ഇവിടെ. പിന്നെ തണുപ്പായതുകൊണ്ട് ആരും അങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ല ക്യാമ്പിങ്ങിന്. അതുകൊണ്ട് ഈ 4 മാസം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്കിവിടെ കാണാമായിരുന്നു, ഇത് ഈ ലേക്കിലൂടെ ആൾക്കാർ ബോട്ടിങ്ങും പിന്നെ ഇവിടെ ഫിഷിങ്ങും ഒക്കെ ഉണ്ട്. മീനെ പിടിക്കാനൊക്കെ ഇങ്ങനെ ബോട്ടിലൂടെ നടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അല്ല, ഓപ്പോസിറ്റ് കുറേ സീപ്ലെയിൻ കിടപ്പുണ്ട്. മേ ബി ഇതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, ആരും വരാത്തോണ്ടായിരിക്കണം അതവിടെ കിടക്കുന്നത്. അത് രാവിലെ സർവീസ് നടത്തത്തുള്ളൂ, ഇപ്പം രാത്രി നടത്താറില്ല. വിൻ്ററിൽ രാത്രി നടത്താറുണ്ട്. അത് നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട്. നോർത്തേൺ ലൈറ്റ്സ് വരുന്ന സമയത്ത് അവർ ഇവിടുന്ന് സീ പ്ലെയിനിൽ കയറി ഇങ്ങനെ പൊങ്ങി ആകാശത്തോട് ഇങ്ങനെ കൊണ്ട് കറക്കും. അപ്പോൾ ആകാശത്ത് വെച്ച് നോർത്തേൺ ലൈറ്റ്സ് കാണുന്ന പരിപാടിയുണ്ട്. കയ്യിലുണ്ട്. ഞങ്ങളിപ്പം കോഫിയൊക്കെ കുടിച്ച് ഏകദേശം തീരാറായി. അത്യാവശ്യം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ചാണ് കോഫിയൊക്കെ കുടിച്ചത്. നിങ്ങൾക്കും ഇതുപോലെ അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നത്. നല്ല രസമായിരിക്കും. എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നാൽ പോരല്ലോ. ഇതുപോലെ ലൈഫ് ഇതുപോലെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു ചേഞ്ച് ആയിരിക്കും, നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും, ഒരു റീസെറ്റും സെറ്റാവും. വീക്കിലി ഒരു വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതെല്ലാം റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹന്ന കോഫി കുടിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇതുകൂടെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഒന്ന് 10-15 മിനിറ്റ് ഇവിടെ ഒന്ന് ഇവിടെ ഇരുന്നിട്ട് ഇനി ഇതെല്ലാം വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോകാനാണെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി. കോഫിയൊക്കെ കുടിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം വൈൻഡപ്പ് ആക്കാറായി. ഇപ്പോൾ വീട്ടിൽ പോകുക ഉറങ്ങുക എന്നുള്ളതുള്ളായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. സൂപ്പർ, എനിക്കിഷ്ടമായി. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും വീട്ടിലായിരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ജോലിക്ക് പോവും, അല്ലെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. പുറത്ത് എവിടെയും പോകാനുള്ള നമുക്കൊരു ടൈം കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തപ്പം ഭയങ്കര റിഫ്രഷിങ് ആണ്. നേരത്തെ പറഞ്ഞ കണക്കൊരു ഫ്യൂവലപ്പ് ചെയ്യുന്ന കണക്ക് തോന്നി. എനിക്കിഷ്ടപ്പെട്ടു. മേ ബി പുള്ളിയായിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാനായിട്ട് ഇനി വീണ്ടും ഒരു ക്യാമ്പിങ് റിക്വസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇതുപോലെ പുറത്ത് പോയി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു അവസരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അഡിയോസ്.